ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സജൂസ് ടേസ്റ്റ് ലാൻഡ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഇതിപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് സ്നാക്കായിട്ടോ അതുപോലെ തന്നെ നമുക്ക് കുട്ടികൾക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ടൊക്കെ സ്കൂളിലേക്കൊക്കെ കൊടുത്തു വിടാൻ വേണ്ടിയിട്ടൊക്കെ പറ്റുന്ന നല്ല ഒരു റെസിപ്പിയാണ്. അപ്പോൾ അത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂണോളം മധുരമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു കപ്പോളം റവ ചേർത്ത് കൊടുക്കാം. റവ നമുക്ക് വറുത്തതോ വറുക്കാത്തതോ ആയിട്ടുള്ള റവ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് വീണ്ടും നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇതേപോലെ നമ്മളൊരു വിസ്ക് വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് നല്ലപോലെ മിക്സായിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ സാധാരണ പച്ചവെള്ളമാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതും നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കണം. ഈ നമ്മുടെ ഈ ഒരു റവ ഒന്ന് സോഫ്റ്റായിട്ട്, അതായത് അതിൽ ഒന്ന് കുതിർന്ന് വരാനായിട്ട് നമുക്ക് ഒരു അല്പസമയം ഒന്ന് മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോഴാണ് നമുക്കതിൻ്റെ വെള്ളത്തിൻ്റെ അളവൊക്കെ ശരിയായിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഒരു 5-10 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ദാ കുറച്ച് സമയം ഇരുന്നപ്പോഴേക്കും തന്നെ ഇത് കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. അതിലുള്ള വെള്ളമൊക്കെ അറവയിലേക്ക് പിടിച്ചിട്ട് നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ദോശ ബാറ്ററാണ്. അപ്പോൾ ദോശയുടെ ഇഡ്ഡലിയുടെ ഒക്കെ ബാറ്റർ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ തലേ ദിവസത്തെ ബാറ്ററാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഏകദേശം ഒരു കപ്പോളമൊക്കെ ഉണ്ട് ഈ ഒരു ബാറ്റർ. അപ്പോൾ നമ്മൾ ബാക്കി വന്ന ദോശമാവ് വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ ദോശമാവ് ഉണ്ടാക്കിയിട്ട് ആ ഒരു രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അപ്പം ഇത് എല്ലാം കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് ഒരുപാട് അങ്ങോട്ട് ലൂസായി പോകുന്ന രീതിയിൽ നമ്മൾ ബാറ്റർ റെഡിയാക്കി എടുക്കരുത്. നമ്മളിപ്പോൾ 1 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് എക്സ്ട്രാ ചേർത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര വീണ്ടും ചേർത്ത് കൊടുക്കണം എന്നുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പോരാ എന്ന് തോന്നിയതുകൊണ്ട് ഞാൻ വീണ്ടും 1 ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള മധുരം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് പഞ്ചസാര നന്നായിട്ട് അലിയുന്നത് വരെ നല്ലപോലെ ഒന്ന് മിക്സാക്കിയിട്ട് നമുക്കിത് എടുക്കാം. അപ്പോൾ ദാ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് 2 പഴമാണ് കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് പഴുത്തിട്ടുള്ള 2 നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഓവർ റൈപ്പായിട്ടുള്ള പഴമൊക്കെ കഴിക്കാൻ നമുക്ക് എല്ലാവർക്കും മടിയായിരിക്കും. കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കത് കഴിക്കാൻ തീരെ താല്പര്യം ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് പഴുത്ത് പോയിട്ടുള്ള പഴമൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പികൾ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു പഴം 4ആയിട്ട് കീറിയിട്ട് ഇതേപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 3-4 ഏലക്കായ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിരിക്കുന്നതാണ് ചേർത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളോ അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂണൊക്കെ നമുക്ക് ചെറിയ ജീരകം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടും. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് വീണ്ടും ഒന്നുകൂടി ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഒരുപാട് ലൂസായിട്ടുള്ള ബാറ്റർ നമ്മൾ തയ്യാറാക്കരുത്. അപ്പോൾ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ബാറ്റർ ഇവിടെ നന്നായിട്ട് മിക്സാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ബാറ്ററാണ് നമുക്ക് റെഡി ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു കുഴിയുള്ളൊരു പാത്രമാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. നമുക്ക് നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഒരു 2-3 ടേബിൾ സ്പൂണോളമൊക്കെ തേങ്ങാക്കൊത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് കളർ മാറി പോവണ്ട, ഈ ഒരു രീതിയിലായാൽ മതി. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം കേട്ടോ. ഇനി കുറച്ച് അതിൽ നിന്നൊരു പകുതിയൊക്കെ നമുക്ക് ഈ ഒരു ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കണം കേട്ടോ. നല്ല ഫ്ലഫി ആയിട്ടുള്ളൊരു ബാറ്ററാണ് നമുക്ക് റെഡിയായിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതാ നമുക്കിതിങ്ങനെ കോരി ഒഴിക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ. ഒരു തവി വെച്ച് കോരി ഒഴിക്കുമ്പോൾ ഈ ഒരു രീതിയിൽ ഈ ഒരു ലൂസിലാണ് നമുക്ക് ഈ ഒരു ബാറ്റർ റെഡിയായിട്ട് കിട്ടേണ്ടത്. ഇനി നമുക്ക് നമ്മൾ തേങ്ങയൊക്കെ വറുത്തെടുത്തിരിക്കുന്ന ആ ഒരു ഓയിലിലേക്ക് തന്നെ നമുക്ക് ഇതേപോലെ ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത്
പുറത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് എക്സ്ട്രാ ആയിട്ട് നമുക്ക് നട്ട്സുകളൊക്കെ ചേർക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ കിസ്മിസ് ഇതൊക്കെ ചേർക്കാവുന്നതാണ്. ഇനി ഒരു അല്പസമയം നമുക്കിതൊന്ന് മൂടി വെക്കണം. എന്നിട്ട് മുകൾ വശമൊക്കെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വന്നതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അപ്പുറത്തെ സൈഡും നല്ലപോലെ ആകുന്നത് വരെ നമുക്കൊരല്പസമയം വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുന്നതാണ്. അപ്പോൾ നല്ല ഒരു റൗണ്ട് ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ കുഴിയുള്ളൊരു പാത്രത്തിൽ നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. ഇത് നമുക്ക് ദോശക്കല്ലിൽ വേണമെന്നുണ്ടെങ്കിലും തയ്യാറാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ വളരെ കുറച്ച് ഓയിൽ മാത്രം യൂസ് ചെയ്തുകൊണ്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാനായിട്ട് സാധിക്കും. വളരെ ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു പ്രിപ്പറേഷനാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ചേർത്തിട്ട് നമുക്കൊന്നുകൂടി ഒന്ന് ഹെൽത്തി ആയ രീതിയിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ പലരും ദോശമാവൊക്കെ ബാക്കിയായി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കളയൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു കളയൊന്നും വേണ്ട. നമുക്ക് പല നല്ല നല്ല രീതിയിലുള്ള റെസിപ്പികളൊക്കെ തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള റെസിപ്പികളൊക്കെ ഞാൻ ഇതിന് മുന്നും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് കിച്ചൺ ടിപ്സുകളും അതുപോലെ തന്നെ ഹെയർ ഡൈകൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഹെൽത്ത് ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ടുള്ള റെമഡീസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ ഇതിന് മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ കാണാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ചാനലിലേക്ക് കയറിയിട്ട് അതൊക്കെ ഒന്ന് കണ്ടു നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നല്ല ഫ്ലഫി ആയിട്ടുള്ള നല്ല ഒരു റെസിപ്പിയാണ് ഇത്. അപ്പോൾ ഈ രീതിയിൽ തയ്യാറാക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതുപോലെ തൊട്ടടുത്തുള്ള ഒരു ബെല്ല് കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.